നിങ്ങളിപ്പം ഒരു IT ജോബ് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതിക്കോ, ഒരു സോഫ്റ്റ്വെയർ ജോലിയിൽ ഉള്ള ഒരാളാണെന്ന് കരുതിക്കോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജറുമായിട്ട് പലതവണ ഡിസ്കഷൻസും മീറ്റിംഗ്സും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മാനേജർ ചില വേർഡ്സും ഫ്രേസസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ കരുതും, എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള വേർഡ്സ്, എന്ത് കാമായിട്ടുള്ള വേർഡ്സ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ലേ? പക്ഷെ അതിന്റെ ആക്ച്വൽ മീനിങ് കുറച്ചുകൂടെ ഭീകരമായിരിക്കും. നമ്മൾ അങ്ങനത്തെ കുറച്ച് വേർഡ്സും കുറച്ച് സെന്റൻസും ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മാനേജർ പറയാണ്, സോ ലെറ്റ്സ് ഡു ദിസ് as soon as possible അല്ലെ? അപ്പൊ നിങ്ങൾ കരുതും as soon as possible, പറ്റുന്നതിന് വേഗത്തിൽ ഇത് ചെയ്യാമെന്നാണ് അല്ലെ? അല്ല, അസാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പണിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഈ സാധനം കംപ്ലീറ്റ് ചെയ്യണം അല്ലെ? അല്ല, നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അസാപ്പിന്റെ അർത്ഥം. അതുപോലെ ലെറ്റ്സ് ഡു ദിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാവുന്നല്ല, നീ ചെയ്യും അല്ലെ? നിന്റെ ജോലിയാണത്. സോ വി ലെറ്റ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ചെയ്യണമെന്നാണ്, അല്ലാതെ നമ്മൾ ചെയ്യും എന്നല്ല. ഓക്കെ, പ്ലീസ് ഡു ഇറ്റ്, ക്യാൻ യു പ്ലീസ് ഡു ഇറ്റ്. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും, എന്ത് നല്ല സംസാരം, എന്നോട് ചോദിക്കാണ്, എന്നോട് റിക്വസ്റ്റ് ചെയ്യാണ് നിനക്ക് ചെയ്യാമോ എന്ന്. അല്ല, പ്ലീസ് എന്ന് വെച്ചാൽ യു ഹാവ് ടു ഡു ഇറ്റ്, യു മസ്റ്റ് ഡു ഇറ്റ് എന്നാണ് അതിന്റെ, അതായത് നീ ചെയ്തേ പറ്റൂ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ മാനേജറോട് ഡിസ്കസ് ചെയ്യണം. അപ്പൊ മാനേജർ പറയാണ്, ഐ ആം നോട്ട് ഷുവർ ഇഫ് യുവർ പ്രൊമോ വിൽ ഗോ ത്രൂ ദി സൈക്കിൾ. അപ്പൊ നിനക്ക് തോന്നും എന്താണ്, ഐ ആം നോട്ട് ഷുവർ യുവർ പ്രൊമോ, അതായത് എനിക്ക് ഉറപ്പില്ല. അതിനർത്ഥം ചിലപ്പോൾ നിന്റെ പ്രൊമോഷൻ നടന്നേക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം എന്ന് നിനക്ക് തോന്നും അല്ലെ? എന്നാൽ അങ്ങനെയല്ല. ഐ ആം നോട്ട് ഷുവർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അതിന്റെ അർത്ഥം നിന്റെ പ്രൊമോഷൻ പോകില്ല, അതായത് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് പ്രൊമോട്ട്, റൈറ്റ്? സോ ഐ എം നോട്ട് ഷുവർ എന്ന് കോർപ്പറേറ്റ് വേൾഡിൽ മീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 90% അതിന്റെ മീനിങ് അത് ഇല്ല എന്ന് തന്നെയാണ്. സോ അത് ഡയറക്റ്റ് ഇല്ല എന്ന് പറയുന്നതിന് പകരമാണ് ഐ ആം നോട്ട് ഷുവർ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് വി ഡിസ്കസ് മൾട്ടിപ്പിൾ ടൈപ്സ് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, ഇത് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് ജസ്റ്റ് പറയാണ്. അല്ല, അതിന്റെ അർത്ഥം ഇത് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സോ നമ്മൾ പിന്നെ ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല, ചെറിയൊരു അസംതൃപ്തിയോടുകൂടി പറയുന്നതാണ്. അത് നിങ്ങൾ കരുതുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് പറയുകയല്ല. ഓക്കെ, ലെറ്റ്സ് വർക്ക് ഔട്ട് ഓൺ എ പ്ലാൻ ടു ഇനേബിൾ യു. അപ്പൊ നിങ്ങൾ എന്താ തോന്നുന്നത്, മാനേജർ എന്റെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? അതിന്റെ അർത്ഥം അങ്ങനെയല്ല. സോ നീ ഇതുവരെ ചെയ്ത എല്ലാം റബിഷ് ആയിരുന്നു. നീ എന്ത് തേങ്ങ എത്ര നാൾ ചെയ്തത്, ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം നീ ഒരു ഡേഞ്ചർ സോണിലാണെന്ന് തന്നെയാണ്. നീ ഇത്ര നാൾ ചെയ്തത് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, ഇനിയെങ്കിലും ഞങ്ങളൊരു പ്ലാൻ ചെയ്യാം, അതുകൂടെ നീ കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. പോളിഷ്ഡ് ആയിട്ടുള്ള ഭീഷണിയാണ് അല്ലേ? പിന്നെ വി വിൽ ഡിസ്കസ് ദിസ് ലേറ്റർ എന്ന് പറയും. അതിന്റെ അർത്ഥം ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം എന്നല്ല, എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അതിന്റെ ഡിസ്കഷൻ പിന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. സോ വി വിൽ ഡിസ്കസ് ലേറ്റർ എന്ന് വെച്ചാൽ എനിക്കിത് ഡിസ്കസ് ചെയ്യാനേ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതൊരു പോളിഷ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. സോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സും അല്ലെങ്കിൽ IT റിലേറ്റഡ് ടിപ്സും ട്രിക്സും പിന്നെ എൻ്റെ എക്സ്പീരിയൻസും പിന്നെ നമ്മൾ ഒരുപാട് ലൈവ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിംഗിലും അങ്ങനെ ടെക്നിക്കലായിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ലൈവ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൊമൈനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്.